ഡിയേഴ്സ് എല്ലാവർക്കും സിനീസ് ജാനി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ടൊരു മാങ്ങച്ചാറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത്. അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി, പിന്നെ മാങ്ങ, ഇത്രയാണ് രണ്ട് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള. പിന്നെ കായംപൊടി, ഉലുവപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അച്ചാർ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് എണ്ണ ചേർക്കണു, കടുക് ഇട്ടിട്ട് ഇതാക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കുക. തൊലി കളഞ്ഞ വെളുത്തുള്ളി ഇട്ടാ. വെളുത്തുള്ളി കൂടുന്തോറും ടേസ്റ്റ് കൂടുള്ളൂ. ചിലർക്ക് അച്ചാറിൽ വെളുത്തുള്ളി മാത്രം കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ചിലർ വെളുത്തുള്ളി അച്ചാർ മാത്രം ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാവും. പലരും പലതരത്തിലാണല്ലോ. എന്തായാലും മഴക്കാലമാണ്, വേനൽ മഴ നല്ല രീതിയിൽ മഴക്കാലം പോലെ മഴ നമുക്ക് തരുന്നുണ്ട്. എന്തായാലും കുറച്ച് വേനൽ കഷ്ടപ്പെടുത്തി, അപ്പോൾ അതിനുള്ള മഴ വന്നു. അപ്പോൾ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടാലോ. അപ്പോൾ അതേ വെളുത്തുള്ളി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചു കൂട്ടാം. പിന്നെ നമുക്കൊരു ചട്ടി ചൂടാക്കുക. വലിയ നമ്മുടെ പാത്രത്തിനനുസരിച്ച്, നമ്മുടെ മാങ്ങയുടെ അളവനുസരിച്ച് നമുക്ക് പാത്രം വലുതോ ചെറുതോ എടുക്കാം. ഇതിപ്പോൾ കുറച്ച് മാങ്ങ അധികം ഉണ്ട് കേട്ടോ. അത് കാരണം മാങ്ങ സത്യം പറഞ്ഞാൽ അച്ചാറിടാൻ പറ്റുന്ന ഭാഗമല്ല, കുറച്ച് പഴുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മധുരം ഉണ്ട്. പിന്നെ അച്ചാറെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, മഴക്കാലമായി. പിന്നെ മാങ്ങ കുറേ പഴുത്ത് കുറേ കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അച്ചാറിലേക്ക് മാറ്റിയെന്നുള്ളൂ കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതൽ മധുരത്തിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഉരുളിയാണ് ചട്ടി എന്ന് പറയുന്നത്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ട് നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കഴുകി വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് നല്ലതിലൊന്ന് കളറ് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. വെളുത്തുള്ളി എടുത്ത് മാറ്റി വയ്ക്കുക വേറെ പാത്രത്തിലേക്ക്. പിന്നെ നമ്മൾക്ക് ആ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വീണ്ടും ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, പിന്നെ നമുക്ക് നമ്മുടെ മാങ്ങയും കൂടി അതിലിട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തിട്ട് തീയൊക്കെ ഓഫ് ചെയ്യണം കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീരെ ആവശ്യമില്ല, തീ ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക. ഇളക്കുക, നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, കായംപൊടി, ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ആവശ്യത്തിന് വിനീഗർ ഒഴിച്ച് അങ്ങനെ എടുത്തു വയ്ക്കുക. കുറച്ച് മതി, ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ പരിപാടി. അപ്പോൾ ഒരുപാട് വീഡിയോസ് സിനീസ് ജാനി വ്ളോഗ്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, ക്രാഫ്റ്റ് ഉണ്ട്, ട്രാവൽ വ്ളോഗുകളുണ്ട്, അങ്ങനെ കുറേയേറെ വീഡിയോസ് ഉണ്ട്, ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഏത് വീഡിയോസാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സിനീസ് ജാനി വ്ളോഗ്സ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത്. ഇനിയും പുതിയ വീഡിയോസ് ഇടാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസായിട്ട് വരുന്നുണ്ട്. കുറേ വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ടിപ്സും കൂടി ഉണ്ട് കേട്ടോ വീഡിയോസിൽ. അപ്പോൾ ബായ്, പുതിയൊരു വീഡിയോ ആയിട്ട്